Hi students, welcome back. Today we are going to discuss inverse trigonometry functions. Exercise 2.2. First question, prove that 3 sin inverse x is equal to sin inverse 3x minus 4x cube. അപ്പോൾ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ്. Therefore, theta is equal to sin inverse x. Sin 3 theta ഫോർമുല നമുക്കറിയാവുന്നല്ലേ. Sin 3 theta is equal to 3 sin theta minus 4 sin cube theta. കറക്റ്റ് അല്ലേ? Sin 3 theta is equal to 3 sin theta minus 4 sin cube theta. ഇനി നമുക്ക് ഈ സൈനെ നമുക്ക് 3 theta is equal to sin inverse 3 sin theta minus 4 sin cube theta. Am I correct? Okay. Then 3 theta is equal to sin inverse 3 sin theta. Sin theta means that is x. Then we will get 3x minus 4 x cube. Sin theta means that is x. So we can write here 3 sin theta means 3x minus 4 into sin cube theta means we should write here x cube. Okay. Then 3 theta means that is sin inverse x. അപ്പോൾ നമുക്കിവിടെ sin inverse x എഴുതി കൊടുക്കാം. sin inverse x 3 sin inverse x is equal to sin inverse 3x minus 4x cube. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് സൈൻ തീറ്റയിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പം 3 തീറ്റ കാണുക. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. സോ 3 തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3 ഇൻറ്റു സൈൻ തീറ്റ മീൻസ് ദാറ്റ് ഈസ് എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് ക്യൂബ്. ദെൻ ഈ തീറ്റയ്ക്ക് പകരം നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതി 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4 എക്സ് ക്യൂബ്. കണ്ടോ? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി സ്റ്റോപ്പ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ദെൻ വി ക്യാൻ സി സെക്കൻഡ് പ്രോബ്ലം. Then second question, prove that 3 cos inverse x is equal to cos inverse 4x cube minus 3x. X belongs to closed interval 1/2 to 1. Okay. അപ്പോൾ ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ കോസ് ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ്. ദെയർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ. ഇനി നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ കോസ് 3 തീറ്റയുടെ ഫോർമുലയുണ്ട്. കോസ് 3 തീറ്റ ഈസ് ഈക്വൽ ടു 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ഓക്കെ, പറഞ്ഞോളൂ. 3 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ഗുഡ്. ദെൻ 3 theta is equal to cos inverse 4 cos cube theta. Cos theta means x, so we can write here 4x cube. Then minus 3 into x. Okay, good. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ തീറ്റ എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സോ 3 കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x. കണ്ടോ? പ്രൂവ് ചെയ്തത് കണ്ടല്ലോ. മുമ്പത്തെ കൂട്ട് തന്നെ നമ്മൾ കോസ് 3 തീറ്റയുടെ ഫോർമുല എടുക്കുക. എന്നിട്ട് 3 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. കോസ് തീറ്റ മീൻസ് ദാറ്റ് ഈസ് എക്സ്. സോ കോസ് ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x. Then theta that is cos inverse x. So 3 cos inverse x is equal to cos inverse 4x cube minus 3x. Okay, then we can see next one. Okay, then third question. Tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2. അപ്പോൾ നമുക്ക് ആദ്യമേ LHS എടുക്കാം. LHS is equal to tan inverse 2/11 plus tan inverse 7/24. നമ്മുടെ ഫോർമുല നമുക്കറിയാം. tan inverse x plus tan inverse y. tan inverse x plus tan inverse y
ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പറഞ്ഞോളൂ. കറക്റ്റ്, എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. കറക്റ്റ് അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 2/11. കറക്റ്റ് അല്ലേ? വൈ ഈസ് ഈക്വൽ ടു 7/24. ആം ഐ കറക്റ്റ്? ജസ്റ്റ് ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടാൻ ഇൻവേഴ്സ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7/24 ആണ്. അപ്പം നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് മീൻസ് 2/11 plus y means that is 7/24 divided by 1 minus 2/11 into 7/24. ഓക്കെ, ഇനി നമുക്കൊന്ന് LCM എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ടാൻ ഇൻവേഴ്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത ഫോർമുലയിൽ. ദെൻ ടാൻ ഇൻവേഴ്സ് LCM എടുക്കാം. നമുക്ക് 11 into 24 LCM എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 2 into 24, 2 into 24 that is equal to 48 plus 7 into 11 that is 77 divided by 11 into 24. 11 into 24 means 24 into 11. 4, 2, 4, 2. 264. But 264 minus 14 divided by 11 into 24. Am I correct? ഈ 11 into 24 ഈ 11 into 24 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടണേന്ന് നോക്കിക്കേ. That is equal to tan inverse 48 plus 77. 8 plus 7 means that is 15. Then 4 plus 7 means 11. 11 plus 1 means 12. Divided by 264 minus 14 means that is 250. So that is equal to tan inverse 125 and 250 we can cancel. That is tan inverse 1/2. That is equal to RHS. Hence proved. LHS is equal to RHS നമ്മൾ പ്രൂവ് ചെയ്തു. കറക്റ്റ് അല്ലേ? മനസ്സിലായില്ല? ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എക്സ് 2/11 വൈ 7/24. എക്സ് 2/11 വൈ 7/24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RHS കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഫോർത്ത് ക്വസ്റ്റ്യൻ. 2 tan inverse 1/2 plus tan inverse 1/7 is equal to tan inverse 31/70. ഇത് നോക്കിക്കേ, ഫസ്റ്റ് കണ്ട 2 tan inverse 1/2 അതൊരു ഫോർമുലയാണ്. 2 tan inverse 1/2. അപ്പോൾ നമ്മുടെ 2 tan inverse x is equal to 2 tan inverse x is equal to tan inverse നമുക്ക് മാറ്റി എഴുതാം. Two tan inverse x is equal to tan inverse 2x divided by 1 minus x square. കണ്ടോ, ഇവിടെ x എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 1/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, tan inverse 2x 2 into 1/2 divided by 1 minus 1/2 square. That is equal to 2 cancel. Tan inverse 1 divided by 1 minus 1/4. That is equal to tan inverse 1 divided by 1 minus 1/4 means 4 minus 1. That is 3/4. That is equal to tan inverse 1/3/4 means 4/3. Okay, tan inverse 4/3. Understood? ഇനി നമുക്ക് നമ്മുടെ LHS എടുക്കാം. LHS is equal to 2 tan inverse 1/2 plus tan inverse 1/7. That is equal to 2 tan inverse 1/2 means tan inverse 4/3 അല്ലേ, പ്ലസ് tan inverse 1/7. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർമുല പഠിച്ചല്ലോ. എന്തായിരുന്നു tan inverse x plus tan inverse y? Tan inverse x plus tan inverse y that is equal to tan inverse
എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. കറക്റ്റ് അല്ലേ? ഇവിടെ എക്സ് മീൻസ് ദാറ്റ് ഈസ് 4/3. ദെൻ വൈ മീൻസ് ദാറ്റ് ഈസ് 1/7. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് മീൻസ് 4/3 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/3 ഇൻറ്റു 1/7. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് LCM എടുക്കാം നമുക്ക്. 7 ഇൻറ്റു 4 മീൻസ് 28. 28 പ്ലസ് 1 ഇൻറ്റു 3 മീൻസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3 മീൻസ് 21. 21 മൈനസ് 4 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3. 7 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ 21 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 3 ഇൻറ്റു 7 ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 28 plus 3 means that is 31 divided by 21 minus 4 means that is 17. RHS. Hence proved. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ആദ്യം 2 tan ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്ക് tan ഇൻവേഴ്സ് 4/3 കിട്ടി. എന്നിട്ട് ഈ പ്ലേസിൽ നമ്മൾ tan ഇൻവേഴ്സ് 4/3 എഴുതുക. tan ഇൻവേഴ്സ് 4/3 പ്ലസ് tan ഇൻവേഴ്സ് 1/7. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈയുടെ ഫോർമുല യൂസ് ചെയ്തു. അപ്പം നമുക്ക് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. അപ്പം നമുക്ക് LCM എടുക്കാനൊക്കെ അറിയാമല്ലോ. 28 പ്ലസ് 3 31 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7. ഇവിടെ അതായത് 21 മൈനസ് 4. 21 മൈനസ് 4 മീൻസ് 70 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 7. 3 ഇൻറ്റു 7 3 ഇൻറ്റു 7 ക്യാൻസൽ. സോ 31/17 that is RHS. Okay, hence proved. Understood? Okay guys, study up to here. The remaining topic we will discuss in the next class. Until then, bye bye.